സ്ട്രോങ് സപ്പോർട്ടിനടുത്ത് ട്രേഡ് ചെയ്യുന്ന രണ്ട് ക്വാളിറ്റി സ്റ്റോക്കുകളെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ വഴി പരിചയപ്പെടുന്നത്. ഒന്നാമത്തെ സ്റ്റോക്ക് ബജാജ് ഹൌസിംഗ് ഫിനാൻസ് ലിമിറ്റഡ്. ബജാജ് ഹൌസിംഗ് ഫിനാൻസ് ഇന്ന് 129 രൂപയ്ക്ക് അടുത്ത് ട്രേഡ് ചെയ്യുന്നു. 1 ലക്ഷം കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനിയുടെ വാല്യൂഷൻ 49, 52 വീക്കിലോ 125, 52 വീക്ക് ഹൈ 188. ഇയർ ടിൽ ഡേറ്റിൽ 21% നെഗറ്റീവ് റിട്ടേൺ ആണ് സ്റ്റോക്ക് നൽകിയത്. മാർക്കറ്റിൽ ലിസ്റ്റഡ് ആയതിനു ശേഷം 188 രൂപ വരെ ഉയരുകയും പിന്നീട് സ്റ്റോക്ക് ഒരു കറക്ഷൻ ഫേസിലേക്ക് നീങ്ങുകയും ചെയ്തു. ബജാജ് ഹൌസിംഗ് ഫിനാൻസ് സെക്ടറിലെ രണ്ടാമത്തെ ഏറ്റവും വലിയ കമ്പനിയാണ്. കൂടാതെ കമ്പനി മോർട്ടേജ് ലോൺസ് ഓഫർ ചെയ്യുന്ന ഇന്ത്യയുടെ ഒരു ലീഡിംഗ് ഹൌസിംഗ് ഫിനാൻസ് സെക്ടറിലെ കമ്പനി കൂടിയാണ്. ROE 15%, ROCE 9.42%. ക്വാർട്ടർലി റിസൾട്ട് സെഷനിൽ പെർഫോമൻസ് മികച്ചതായിരുന്നു. 1911 കോടിയിൽ നിന്നും 2410 കോടിയിലേക്ക് റവന്യൂ ഉയർത്താനും 451 കോടിയിൽ നിന്നും 546 കോടിയിലേക്ക് പ്രോഫിറ്റ് ഉയർത്താനും കമ്പനിക്ക് സാധിച്ചിട്ടുണ്ട്. 3 വർഷത്തെ സെയിൽസ് ഗ്രോത്ത് 34%, പ്രോഫിറ്റ് ഗ്രോത്ത് 56%, ROE 14%-അടുത്തുമാണ്. പ്രൊമോട്ടേഴ്സിന് തന്നെ 88%-അടുത്ത് സ്റ്റേക്ക് ഹോൾഡിംഗ് ഉണ്ട്. FISന് 1.6, DASന് 1.8, പബ്ലിക്കിന് 7% മാത്രം സ്റ്റേക്ക് ഹോൾഡിംഗുമുള്ള ഒരു കമ്പനിയാണ്. അതായത് ഈ കമ്പനിയുടെ 93%-ഓളം സ്റ്റേക്കുകളും സ്ട്രോങ് ഹാൻഡിലാണ്. കമ്പനിയുടെ സെയിൽസ് ഗ്രോത്തും പ്രോഫിറ്റ് ഗ്രോത്തും മികച്ചതാണ്. കൂടാതെ സ്റ്റോക്ക് സ്ട്രോങ് സപ്പോർട്ടിനടുത്ത് ലഭിക്കുകയും ചെയ്യുന്നു. ബിയറിഷ് ട്രെൻഡിലുള്ള സ്റ്റോക്കാണ്. ട്രെൻഡ് റിവേഴ്സലിന്റെ സിഗ്നൽ ഒന്നും വന്നിട്ടില്ല. എന്നിരുന്നാലും 125 സ്റ്റോക്കിന്റെ വളരെ പ്രധാനപ്പെട്ട സപ്പോർട്ടാണ്. 125 എന്ന സപ്പോർട്ട് നഷ്ടമായാൽ സ്റ്റോക്ക് ചിലപ്പോൾ ബിയറിഷ് ടെറിട്ടറിയിലേക്ക് നീങ്ങാനും സാധ്യതയുണ്ട്. രണ്ടാമത്തെ സ്റ്റോക്ക് PA ഇൻഡസ്ട്രീസ്. PA ഇൻഡസ്ട്രീസ് 3881 ട്രേഡ് ചെയ്യുന്നു. 38,000 കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനിയുടെ വാല്യൂഷൻ 33, 52 വീക്ക് ഹൈ 4800, 52 വീക്കിലോ 3220. 52 വീക്ക് ഹൈയിൽ നിന്നും കൺസിഡറബിൾ ഡിസ്കൗണ്ട് ലഭിക്കുന്ന ആഗ്രോ കെമിക്കൽ സെക്ടറിലെ ഒരു ലീഡിംഗ് സ്റ്റോക്കാണ് PA ഇൻഡസ്ട്രീസ്. PA ഇൻഡസ്ട്രീസിന്റെ പ്രധാന കസ്റ്റമറായ കുമായി കെമിക്കൽ എന്ന ജപ്പാനീസ് കമ്പനി 2025 ഫിനാൻഷ്യൽ ഇയറിലേക്കുള്ള കമ്പനിയുടെ റവന്യൂ ഗൈഡൻസ് കുറച്ചതിന്റെ നെഗറ്റീവ് ഇമ്പാക്റ്റ് ആണ് PA ഇൻഡസ്ട്രീസ് എന്ന സ്റ്റോക്കിൽ കാണുന്നത്. PA ഇൻഡസ്ട്രീസ് പ്രധാനമായും പൈറോക്സി സൾഫൈൻ എന്ന കെമിക്കൽ മാനുഫാക്ചർ ചെയ്യുന്ന കമ്പനിയാണ്. ഈ കെമിക്കൽ കുമായി ഇൻഡസ്ട്രീസ് ആണ് PA ഇൻഡസ്ട്രീസിൽ നിന്നും വാങ്ങുന്നത്. അതിനുശേഷം പൈറോക്സി സൾഫൈൻസിന്റെ ഉപയോഗം 2025 ഫിനാൻഷ്യൽ ഇയറിൽ 7%-ഓളം ഇടിവ് വരാൻ സാധ്യതയുള്ളതുകൊണ്ട് കുമായി കെമിക്കൽ ഇൻഡസ്ട്രീസ് അവരുടെ റവന്യൂ ഗൈഡൻസ് കുറച്ചിട്ടുണ്ട്. ഇത് PA ഇൻഡസ്ട്രീസ് എന്ന സ്റ്റോക്കിനെയും പ്രതികൂലമായി ബാധിച്ചിരിക്കുകയാണ്. ഇതിന്റെ ഇമ്പാക്റ്റ് ആണ് PA ഇൻഡസ്ട്രീസ് എന്ന സ്റ്റോക്കിൽ കാണുന്നത്. PA ഇൻഡസ്ട്രീസ് എന്ന കമ്പനിയിൽ റോ മെറ്റീരിയലിന്റെ വില വർദ്ധിക്കുന്നത് PA ഇൻഡസ്ട്രീസ് എന്ന കമ്പനിയിൽ മാർജിൻ പ്രഷർ ക്രിയേറ്റ് ചെയ്യാൻ സാധ്യതയുണ്ടെങ്കിലും അഗ്രോ കെമിക്കൽ സെക്ടറിലെ ലീഡിംഗ് കമ്പനി ആയതുകൊണ്ട് ഈ മാർജിൻ പ്രഷർ കമ്പനിയുടെ കസ്റ്റമേഴ്സിലേക്ക് ട്രാൻസ്ഫർ ചെയ്തേക്കും. അതുകൊണ്ട് PA ഇൻഡസ്ട്രീസ് എന്ന സ്റ്റോക്കിൽ ലഭിച്ചിരിക്കുന്ന ഈ കറക്ഷനെ ഒരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് വേണം കണക്കാക്കാൻ. ജെഫ്രീസ് ഉൾപ്പെടെയുള്ള ബ്രോക്കേജ് ഏജൻസികൾ സ്റ്റോക്കിന് ബൈ എന്ന റേറ്റിംഗ് നൽകുന്നുണ്ട്. ജെഫ്രീസ് മുമ്പ് 5100 രൂപയുടെ ടാർഗറ്റാണ് നൽകിയത്. ഇപ്പോൾ ടാർഗറ്റ് റെഡ്യൂസ് ചെയ്ത് 4865 കുറച്ചിട്ടുണ്ട്. അതേസമയം ബൈ എന്ന റേറ്റിംഗ് ആണ് PA ഇൻഡസ്ട്രീസിന് നൽകിയിരിക്കുന്നത്. കറന്റ് മാർക്കറ്റ് പ്രൈസിൽ നിന്നും 22% അപ്സൈഡിലുള്ള ടാർഗറ്റ്. കുമായി ഇൻഡസ്ട്രീസ് അവരുടെ റവന്യൂ ഗൈഡൻസ് കുറച്ചെങ്കിലും PA ഇൻഡസ്ട്രീസ് എന്ന കമ്പനിയുടെ മാർജിൻ ഒരു കുഷനായി പ്രവർത്തിക്കും എന്നാണ് ജെഫ്രീസ് ഉൾപ്പെടെയുള്ള ബ്രോക്കേജ് ഏജൻസിയുടെ റിപ്പോർട്ടിൽ പറയുന്നത്. കഴിഞ്ഞ ഒരു വർഷം കൊണ്ട് 12%-അടുത്ത് റിട്ടേണും ഇയർ ടു ഇയർ ബേസിസിൽ 13%-അടുത്ത് റിട്ടേൺ നൽകിയ കമ്പനിയാണ്. 29 അനലിസ്റ്റുകളിൽ 16 അനലിസ്റ്റുകളും സ്റ്റോക്കിന് ബൈ എന്ന റേറ്റിംഗ് നൽകുന്നുമുണ്ട്. PA ഇൻഡസ്ട്രീസിന്റെ ക്വാർട്ടർലി റിസൾട്ട് സെഷനിൽ പെർഫോമൻസ് മികച്ചതായിരുന്നു. 2117 കോടിയിൽ നിന്നും 2221 കോടിയിലേക്ക് സെയിൽസ് ഉയർത്താനും 480 കോടിയിൽ നിന്നും 508 കോടിയിലേക്ക് പ്രോഫിറ്റ് മെച്ചപ്പെടുത്താനും 26%-ൽ നിന്നും 28%-ലേക്ക് ഓപ്പറേറ്റിംഗ് മാർജിൻ മെയിൻറ്റെയിൻ ചെയ്യാനും കമ്പനിക്ക് സാധിച്ചിട്ടുണ്ട്. 3 വർഷത്തെ കോമ്പൗണ്ടഡ് സെയിൽസ് ഗ്രോത്ത് 19%, പ്രോഫിറ്റ് ഗ്രോത്ത് 32%, ROE 18%-അടുത്ത്. PA ഇൻഡസ്ട്രീസ് സ്ട്രോങ് സപ്പോർട്ടിനടുത്ത് ട്രേഡ് ചെയ്യുന്നു. 3750, 3800 തുടങ്ങിയ സോണുകൾ സ്റ്റോക്കിന്റെ സ്ട്രോങ് സപ്പോർട്ടാണ്. കൂടാതെ ഇതൊരു മാർക്കറ്റ് ലീഡർ സ്റ്റോക്ക് കൂടിയാണ്. അതുകൊണ്ട് ഈ രണ്ട് സ്റ്റോക്കുകളെയും നമ്മൾക്ക് വാച്ച് ലിസ്റ്റിൽ ഉൾപ്പെടുത്താവുന്നതാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക്